ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തയ്യൽ അറിയാവുന്നവരാണോ? പക്ഷെ നിങ്ങൾക്കൊരു തയ്യൽ കട തുടങ്ങാൻ പേടിയാണോ? എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കും. എല്ലാവർക്കും ഉള്ള സംശയമാണ്, എൻ്റെ ഈ അറിവ് മതിയോ? തയ്യൽ കട തുടങ്ങാൻ എനിക്ക് ഇത്രയും അറിവ് മതിയോ? ഞാൻ ചെയ്താൽ ശരിയാകുമോ? നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ? ആൾക്കാരുടെ നിന്ന് തല്ല് കിട്ടുമോ എന്നൊക്കെയുള്ള പേടികളിട്ടാണ് പലരും ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ മടിക്കും. മിക്കവാറും പേര് ഇത് നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവട്ടെ നല്ലോണം ഒന്നും കൂടെ നല്ലോണം പഠിച്ചിട്ട് തുടങ്ങുക എന്നുള്ള മട്ടിൽ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കട തുടങ്ങാൻ പറ്റും. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞൊരു ബിസിനസ്സാണിത്. സ്വയം തൊഴിൽ സംരംഭമാണ്. ആദ്യമായിട്ട് ഒരു കട തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിവ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് നോക്കാം. തയ്യലിൻ്റെ ബേസിക്കായിട്ടുള്ള ഒന്നാമത്തെ, നിങ്ങൾക്ക് തയ്യലിൻ്റെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് മെഷർമെൻറ്റ്, പിന്നെ തുണി കട്ട് ചെയ്യുക, അതെല്ലാം നിങ്ങൾക്ക് ഒരുവിധ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ വീട്ടിൽ കുറച്ച് പേർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഡിസൈനൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അളവ്, ബോഡിയിൽ നിന്ന് അളവെടുത്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം തെറ്റില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തയ്ച്ച് കൊടുക്കുന്ന ഒരു 10 പേരിൽ ഒരു 6 പേർക്കെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു കട തുടങ്ങാനുള്ള സ്കില്ലുണ്ട്. അപ്പോൾ മിനിമം ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. സീയിങ് മെഷീൻ വേണം, ടൈലറിങ് ടേപ്പ്, പിന്നെ അതേപോലെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ഒരുപാട് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒന്നും നിങ്ങൾ ആദ്യമേ മേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ഒരു ബുക്ക് വേണം, ഓർഡറൊക്കെ എടുക്കാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ മസ്റ്റായിട്ട് വേണ്ട നല്ലൊരു അയൺ ബോക്സ് കൂടിയാണ്. മെയിനായിട്ട് വേണ്ടത് സ്കില്ലാണ്. ഫാൻസി ആയിട്ട് നമ്മൾ സെറ്റപ്പൊക്കെ കടയൊക്കെ ഭയങ്കര ഇതാക്കി കുറേ പൈസയൊക്കെ ചിലവാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കട തുടങ്ങും മുമ്പേ നമുക്കെല്ലാം അങ്ങ് ഭയങ്കര പെർഫെക്റ്റായിട്ട് വേണം, നമുക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിലേ തുടങ്ങാൻ പറ്റുള്ളൂ, ഇനി ഇതിൽ കുറേ കൂടെ പഠിച്ചിട്ട് എല്ലാം തികഞ്ഞിട്ട് എല്ലാവരും നല്ലത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നുള്ള ആ ഒരു വിചാരം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യമേ അങ്ങ് മാറ്റി വെച്ചേക്കണം. എന്നിട്ട് വേണം ഇതിനിറങ്ങാൻ. അതേപോലെ തന്നെ പ്രൈസ് തീരെ കുറച്ച് വർക്ക് എടുക്കുകയും ചെയ്യരുത്. ആ പരിസരത്തുള്ള വർക്കിനൊക്കെ പൈസയെക്കാട്ടിയും ഒരു 5-10 രൂപ കുറച്ച് മേടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോഴത്തേക്കും നമുക്കത് വർക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കൂട്ടാനും സാധിക്കും. ഒരുപാട് റേറ്റൊക്കെ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കും അവസാനം ഇൻട്രസ്റ്റ് ഇല്ലാതെ പോവും. പിന്നെ അതേപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആളുകൾ പറയും, അത്രയും പൈസയൊക്കെ കുറച്ചതുകൊണ്ട് നമ്മൾ ഒരുമാതിരി അലുക്കുലുത്തായിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കും. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് ഒരു 10 കസ്റ്റമറിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്തോളും, നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞോളും, നമുക്ക് കസ്റ്റമറിനെ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ആരി വർക്കൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് മെഷർമെൻ്റ് എടുക്കുന്ന കാര്യത്തിലും ഫിറ്റിങ്സിൻ്റെ കാര്യത്തിലും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വർക്കുകൾ വരും. ഇനി ഒരു കട എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് അറിയണമെന്നാണെങ്കിൽ, സീസൺ വരുവാണ്, ഉത്സവ സീസണാണ്. അപ്പോൾ ഈ ടൈമിലൊക്കെ കട തുടങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം അവരൊക്കെ തന്നെ പുതിയ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടാണ് മിക്കവാറും പേര് പോകുന്നത്. ഏതാണ്ട് 99% പേരും പുതിയ ബ്ലൗസും പുതിയ ചുരിദാർ അങ്ങനെയെല്ലാം പുതിയത് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു ടൈമെന്ന് വെച്ചാൽ തയ്യലിൻ്റെ നല്ലൊരു സീസൺ ടൈമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ യൂണിഫോം സീസണായി, നൊയമ്പ്, പെരുന്നാൾ, പിന്നെ അതേപോലെ ഓണം വരുന്നു. ഇനി ഒരു 6-7 മാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മടിച്ചിരിക്കുന്നവരും ടെൻഷൻ അടിച്ചിരിക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് ഒരു കട തുടങ്ങാനുള്ള പരിപാടി തുടങ്ങിക്കോ. ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പല രീതിയിൽ ഇപ്പം ബിസിനസ് ചെയ്യാൻ പറ്റും. എന്നാലൊരു കട ഇടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേരുണ്ടാവുകയാണ്, ഇന്ന ആൾ തയ്ക്കും എന്നൊക്കെ നമ്മളെ കുറേ കൂടി ആൾക്കാർ അറിയും. ഒരു വീട്ടിൽ മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയുന്നതിനുള്ളൊരു ചാൻസ് കുറവാണ്. ഓൺലൈനായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. അല്ലാതെ വീട്ടിലിരുന്ന് കുറച്ച് പേർക്ക് അയലത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ പേടിച്ചിരുന്ന ഒരാളാണ്. ഏതാണ്ട് 10 കൊല്ലത്തോളം ഞാൻ വീട്ടിൽ വർക്ക് ചെയ്തിട്ട് പിന്നീടാണ് ഞാനൊരു ഷോപ്പ് തുടങ്ങാനുള്ള ഐഡിയയുമായിട്ട് മുമ്പോട്ടിറങ്ങിയത്. അതേപോലെ നിങ്ങൾ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നല്ല രീതിയിൽ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ തുടങ്ങാൻ പേടിച്ചിരിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ ആ പേടി മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ടിറങ്ങുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.